പാലക്കാട് അട്ടപ്പാടി ഇരുട്ടിലായിട്ട് 2 ദിവസം. അട്ടപ്പാടിയിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാനായിട്ടില്ല. വൈദ്യുതി ഇല്ലാതായതോടെ പുറം ലോകവുമായി ബന്ധപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ ഉള്ളത്. ഇന്നലെ രാത്രിയിൽ ഭവാനിപ്പുഴ കര കവിഞ്ഞതോടെ പാടവയൽ ഭാഗത്ത് വീടുകളിൽ വെള്ളം കയറി. അജിത് ബാബു ചേർന്നു വിവരങ്ങളുമായി. അജിത്ത്, ഇതുവരെയും വൈദ്യുതി അട്ടപ്പാടിയിൽ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ? പാലക്കാടത്തെ പൊതുവിലുള്ള മഴയുടെ സ്ഥിതി എന്താണ്? ലക്ഷ്മി പത്മ, ഇന്നലെ രാവിലെയും ഇന്നലെ രാത്രിയിലും നമ്മൾ ഈ കാര്യം സംസാരിച്ചതാണ്. അട്ടപ്പാടിയിലെ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും ഏതാണ്ട് വൈദ്യുതി ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്ന സാഹചര്യമാണുള്ളത്. 3 ദിവസം, അതായത് 2 ദിവസം കഴിഞ്ഞ് 3-ാം ദിവസത്തിലേക്ക് കടക്കുന്ന സാഹചര്യമാണുള്ളത്. പല ആളുകളുടെയും മൊബൈൽ ഫോണുകളൊക്കെ ഇതിനോടകം തന്നെ ഓഫായ സ്ഥിതിയാണുള്ളത്. KSEB ഉദ്യോഗസ്ഥർ വലിയ പരിശ്രമം നടത്തുന്നുണ്ട് ഇത്തരത്തിൽ ഈ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ. പക്ഷേ വലിയ തരത്തിലുള്ള നാശനഷ്ടം ഈ കാറ്റിലും മഴയിലും ഉണ്ടായതുകൊണ്ടാണ് ഇത്രയധികം കാലതാമസം വരുന്നത്. പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട ലൈനുകളൊക്കെ തകരുന്ന സാഹചര്യം ഉണ്ടായി. അതെല്ലാം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമമാണ്. അഗളി 33 kV സബ് സ്റ്റേഷനിലെത്തുന്ന പ്രധാന ലൈൻ ഉൾപ്പെടെ പൊട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല താവളത്തെ ഭവാനിപ്പുഴയിലേക്ക് വൈദ്യുതി ലൈനുകൾ, പോസ്റ്റുകൾ തകരുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കാരണമാണ് ഇത്രയധികം കാലതാമസം ഉണ്ടാവാനുള്ള കാരണമെന്നാണ് KSEB ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്നത്. മാത്രമല്ല ഈ പ്രദേശത്താകെ ശക്തമായ മഴയിൽ നല്ല വെള്ളം ഉയരുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. താവളം പാലത്തിൽ വെള്ളം കയറുന്ന സ്ഥിതിയുണ്ടായി. അതുമാത്രമല്ല ഗതാഗതം ഇവിടെ പൂർണ്ണമായും ഇപ്പോഴും തടസ്സപ്പെട്ടിരിക്കുകയാണ്. വാഹനങ്ങൾ കടത്തിവിടുന്നതിന് ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വൈദ്യുതി ഇല്ലാതായതോടുകൂടി പൂർണ്ണമായും ആളുകളോട് ബന്ധപ്പെടാൻ പോലും കഴിയാത്ത സ്ഥിതി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഏതാണെങ്കിലും അത് വേഗത്തിൽ പരിഹരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ തുടരുന്നത്. പാലക്കാട് ഇന്ന് മഴ രാവിലെ മാറി നിൽക്കുന്ന നഗരപ്രദേശങ്ങൾ ഉൾപ്പെടെ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഇന്നലെ വലിയ മഴയും കാറ്റും ഉണ്ടായിരുന്നു. അതിനിപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. വെള്ളം കയറിയ ഭാഗങ്ങളിൽ പലരെ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് വെള്ളം ഇറങ്ങിപ്പോയിട്ടില്ല. പക്ഷേ അവിടുത്തെ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. നിലവിൽ ഏതാണെങ്കിലും രാവിലെ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. അജിത് ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അട്ടപ്പാടി ഇരുട്ടിൽ തന്നെയാണ് ഇപ്പോഴും. പക്ഷേ അപ്പോഴും ആശ്വാസകരമായ ഒരു കാര്യം, പാലക്കാട് ഇപ്പോൾ മഴ മാറി നിൽക്കുന്നു എന്നുള്ളതാണ്.